2025 ഏപ്രിൽ മുതൽ അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ശനിയും വ്യാഴനും രണ്ടും മാറുകയാണ്. പൂർവ്വച്ചാണ് മാറുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും മാറ്റം സാധാരണ ഫലം പറയുമ്പോൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴനും ശനിയും. കാരണം ശനി ഒരു 2.5 വർഷത്തോളം ഒരു രാശിയിൽ നിൽക്കും, വ്യാഴം ഒരു വർഷത്തിൽ നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ ഫലം കുറേ കാലം ഉണ്ടാകും. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം വേഗം മാറുന്നതുകൊണ്ട് പെട്ടെന്ന് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ മോശമായിരിക്കാം, അടുത്ത നല്ലതായിരിക്കാം, അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകും. പക്ഷേ ഇതല്ല, ഇത് സ്ഥായിയായിട്ട് നിൽക്കുന്നത് കൊണ്ട്, കുറേ കാലം നിൽക്കുന്നത് കൊണ്ട് ഇവയുടെ മാറ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഏകദേശം 1-2 മാസം അടുപ്പിച്ച് രണ്ടും ഒന്നിച്ച് കൂറ് വെച്ച് മാറുകയാണ്. ഭാവം വെച്ചല്ല, ഭാവം വെച്ചിട്ടാണ്. കൂറ് വെച്ചെന്ന് പറഞ്ഞാൽ 2.25 നക്ഷത്രത്തിനാണ്, ഒന്നിച്ച് പറയുകയാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുമ്പോൾ നമ്മൾ ഓരോ നക്ഷത്രവും ഭാവം വെച്ചിട്ട് നോക്കിയിട്ട് തന്നെ ആ മാറ്റത്തെ പറ്റി പറയണം. അപ്പം ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് പല നക്ഷത്രക്കാർക്കും മാറുന്നതിൽ കുറച്ച് ദിവസങ്ങളോ മാസങ്ങളുടെ എല്ലാം വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ സൂക്ഷ്മമായി നോക്കുമ്പോൾ, അപ്പോൾ ഇവിടെ ആ സൂക്ഷ്മമായി നോക്കിയിട്ട് ഈ വ്യാഴനും ശനിയും മാറുന്നതനുസരിച്ച് 2025 ഫലം എങ്ങനെയായിരിക്കും എന്ന് പറയുകയാണ്. കാരണം ഏകദേശം അടുത്തടുത്ത മാസങ്ങളിലാണ് മാറുന്നത്. അതുകൊണ്ട് അവ രണ്ടും മാറുന്നതിന് അനുസരിച്ച് ഉള്ള ഫലം, ചിലവർക്ക് ഒന്ന് നല്ലയിടത്ത് ഒന്ന് മോശത്തിലേക്കായിരിക്കും പോവുക, ചിലവർക്ക് ചിലപ്പോൾ 2 നല്ലതിടത്തേക്ക് വന്നെന്ന് വരും, ചിലവർക്ക് 2 മോശത്തിലേക്ക് പോയെന്ന് വരും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ച് അതിനനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ കൂറ് വെച്ചിട്ടുള്ള മാറ്റമല്ല പറയുന്നത്, ഓരോ നക്ഷത്രം എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കും. അങ്ങനെ ഈ 2025, ഇനിയുള്ള 2025, കാരണം വ്യാഴം ഏകദേശം 1 വർഷത്തോളമാണ് നിൽക്കുന്നത്. ശനി എന്ന് പറഞ്ഞാൽ പിന്നെയും കുറേ കാലം നിൽക്കും. അപ്പോൾ ഈ 2025 ഇനിയുള്ള മാസങ്ങളുടെ ഫലമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഇത് മാത്രമല്ല ഫലം തീരുമാനിക്കുന്നതെന്ന് മനസ്സിൽ വെച്ചോളണം. കാരണം ഒരാളുടെ ഫലം തീരുമാനിക്കുന്നത് അവരുടെ ഗ്രഹനിലയല്ലാതെ ഗ്രഹനിലയിലെ മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ്. അല്ലാതെ വെറും ശനിയും വ്യാഴനും മാത്രം വെച്ചല്ല, മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 100% ഇതേപോലെ ആകുമെന്നൊന്നും ചിന്തിച്ചേക്കരുത്. അതുപോലെ തന്നെ പറയുന്നത് ഇംഗ്ലീഷ് മാസം വെച്ചാണ് പറയുന്നത്. മലയാള മാസവും ഇംഗ്ലീഷ് മാസവും തമ്മിൽ അല്പം കുറച്ച് വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. യഥാർത്ഥത്തിൽ ജാതകം നോക്കുമ്പോൾ മലയാള രാശിചക്രം വെച്ചാണ് പറയുക. എന്നാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇംഗ്ലീഷ് ജാനുവരി ഫെബ്രുവരി എന്നായതുകൊണ്ട് എളുപ്പം ഇംഗ്ലീഷ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം ഇപ്പം ജാനുവരി എന്ന് പറഞ്ഞാൽ ആ ജാനുവരി 1 തൊട്ട് 31 വരെയൊന്നും കണക്കാക്കണ്ട. കുറച്ച് ദിവസം മുന്നോട്ടേക്കും പോകാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നോട്ടേക്കും വരെ പോകാം, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ ജാനുവരി ഫെബ്രുവരി അങ്ങനെ കൃത്യ ഡേറ്റ് വെച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിലവർക്ക് ജാനുവരി ഡിസംബർ പകുതിക്ക് ശേഷം ചിലപ്പം ആ ഫലങ്ങൾ ഉണ്ടായിരുന്നു വരും. ചിലവർക്ക് ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയുടെ ആദ്യ ഭാഗത്തായിരിക്കും ഫലം. ഏകദേശം അറൗണ്ട് ആ ജാനുവരി ഫെബ്രുവരി ആ നേരത്തിലാണ് ഇവിടെ പറയുന്നത്. പക്ഷേ മലയാളം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം മേടം ഇടമെന്നെല്ലാം പറയുകയാണെങ്കിൽ കുറച്ചും കൂടി, പക്ഷേ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. എല്ലാവരും ഈ ജാനുവരി ഫെബ്രുവരി എന്നുള്ള നിലയിലാണ് പോകുന്നത്. ആ തരത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഓരോ നക്ഷത്രവും വെച്ച് നമുക്ക് നോക്കാം. ഇവിടെ അത്തം നക്ഷത്രത്തിലെ ഇനി നോക്കാം. അത് ഇനിയുള്ള 2025 അടുത്ത മാസങ്ങളിൽ, അതായത് ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ
വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാറ്റം വെച്ചിട്ടുള്ള ഫലം അത്തം നക്ഷത്രക്കാർക്കാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി പൊതുവെ ഇനിയുള്ള കാലം മുഴുവൻ ശനി 7ാം ഭാവം അത്ര നല്ല സ്ഥലത്തല്ല നിൽക്കുന്നത്. അത് ദാമ്പത്യപരമായി അത്ര നല്ലതല്ല. വിവാഹങ്ങൾ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കും. പിന്നെ വേണ്ടാതെ ശത്രുതയെല്ലാം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പം ശനി അത്ര നല്ല നിലയിലല്ല അത്തം നക്ഷത്രക്കാർക്ക് 2025 ഇനിയുള്ള മാസങ്ങളിൽ നിൽക്കുന്നത്. എന്നാൽ വ്യാഴനാകട്ടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ നല്ല ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവെ കാര്യവിജയം, ആരോഗ്യം, പല കാര്യങ്ങളിലും എല്ലാം ദൂരയാത്രകൾ പോകാൻ അവസരം, ഉല്ലാസ യാത്രകളെല്ലാം പോകാനുള്ള അവസരങ്ങളെല്ലാം കിട്ടുന്ന തരത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഭാഗ്യമുള്ളൊരു സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. ഇപ്പം പൂർവിക സ്വത്തും എല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം അനുകൂലമാണ്. അച്ഛനും മക്കൾക്കും എല്ലാം വളരെ നല്ല സമയമാണെന്നെല്ലാം പറയാം. എന്നാൽ ജൂൺ മുതൽ അത് കുറച്ച് മോശസ്ഥാനത്തേക്കാണ് വരുന്നത് വ്യാഴൻ. ഇപ്പം ജോലി സ്ഥലത്ത് ജോലിയായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ജോലിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുക, ശത്രുത ഉണ്ടാവുക, അല്ലെങ്കിൽ ആരെങ്കിലും ഭാരം വെക്കുക, മുകളിലുള്ളവർക്ക് ഒരു താല്പര്യക്കുറവ്, നമ്മൾ എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഇല്ലേ നമുക്ക് തന്നെ ജോലിയിൽ ഒരു നമ്മളെ ഇഷ്ടത്തിനുള്ള ജോലിയല്ല, ഇല്ലേ കണ്ടമാനം ജോലി ചെയ്താലും തീരാത്ത ജോലി. ഇങ്ങനെ ജോലിയായിട്ട് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം ഉണ്ടാകുന്ന തരത്തിലാണ് ജൂൺ മുതൽ വ്യാഴൻ്റെ സ്ഥിതി. ഇതാണ് പൊതുവായിട്ടുള്ള ശനിയുടെയും വ്യാഴൻ്റെയും സ്ഥിതി. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവെ ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഉല്ലാസ യാത്രകളെല്ലാം പോകാനുള്ള അവസരമുണ്ട്. ദൂരയാത്രകൾക്ക് അവസരമുണ്ട്. ഭാഗ്യമുള്ളൊരു മാസം കൂടിയാണ്. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പൊതുവെ ആ യാത്രകൾക്കെല്ലാം പറ്റിയതാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. എന്നാൽ ജൂൺ മാസം കുറേ മോശമായിട്ടാണ് കാണുന്നത്. ദാമ്പത്യ പ്രശ്നം, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, ജോലിക്ക് സ്ഥലത്ത് വളരെ പ്രയാസങ്ങൾ, നേരത്തെ പറഞ്ഞതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് മോശമായിട്ട് കാണുന്നുണ്ട്. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ബാഹ്യ തടസ്സങ്ങൾ, പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളിലെല്ലാം കാണുന്നത്. എന്നാൽ ജൂലൈ മാസത്തിലാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് മോശമാണ്. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ജോലിയിലൊരു ചേഞ്ച് എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ ജോലിയെല്ലാം വിട്ടിട്ട് വേറെ ബിസിനസ്സിലേക്കോ സ്വന്തമായ ഒരു പ്രവൃത്തിയിലേക്കോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ശ്രമമോ എല്ലാം നടത്താനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ പല പ്രൈവറ്റ് സ്ഥാപനത്തിലേക്കെല്ലാം നമുക്ക് ജോലി മാറ്റമെല്ലാം ഉണ്ടായേക്കാം. ഇപ്പം ജൂലൈ മാസം ജോലിപരമായിട്ട് ഒരു മാറ്റമെല്ലാം ഉണ്ടായേക്കാം. ഓഗസ്റ്റ് മാസം എത്തുമ്പോൾ ബിസിനസ് പരമായ കാര്യങ്ങൾക്കാണ് നല്ലത്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നല്ലത്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാണ് നല്ലത്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടേണ്ട പണയിൽ എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിൽ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ദാമ്പത്യപരമായിട്ട് നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങൾ പൊതുവേ മോശം മാസങ്ങളാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയതല്ല. വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം കുറച്ച് മോശമാണ്. ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, ഇതിനെല്ലാം സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് അനാവശ്യമായ പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടാതിരിക്കുന്നതാണ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ. വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും കൊണ്ട് തലയിടരുത്. അപ്പം അത് തീരെ നല്ലൊരു സമയമല്ല. എന്നാൽ ഡിസംബർ മാസങ്ങളാണെങ്കിൽ അതും പൊതുവെ പറയുന്ന നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ദാമ്പത്യപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. ദാമ്പത്യ പ്രശ്നങ്ങൾ, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം എല്ലാം കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാനൊന്നും പറ്റിയ സമയമൊന്നുമല്ല.
പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു. നമ്മൾ വ്യക്തിപരമായിട്ട് എന്തൊക്കെ വല്ലതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക്, അത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് ഡിസംബർ മാസം കാണുന്നു. അപ്പോൾ പൊതുവെ അത്തം നക്ഷത്രക്കാർക്ക് ഒരു ബിലോ ആവറേജ് സമയമാണെന്ന് പറയാം. വലിയൊരു ഗുണമുള്ളൊരു വർഷമൊന്നുമല്ല ഇനിയുള്ള 2025 ഭാഗം.